എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ആക്ഷൻ കോമഡി. ആ ഒരു ജോണറിൽ ഒരു നീണ്ട കാലത്തിന് ശേഷം മമ്മൂക്കയുടെ പോയിട്ട് മലയാളത്തിൽ നിന്ന് തന്നെ വരുന്ന സിനിമയാണ് ടർബോ. ആവേശമൊക്കെ ആ ഒരു ജോണറാണെങ്കിൽ പോലും ഇതൊരു പഴയ ഒരു ടൈപ്പ്, ഒരു പ്രോപ്പർ ഒരു ഫെസ്റ്റിവൽ ഒരു വൈബിൽ വരുന്നത് ടർബോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു. പ്ലസ് വൈശാഖാണ് ഡയറക്ടർ. പുലിമുരുകനൊക്കെ ഇപ്പം എത്ര പേരത് മോശം സിനിമ എന്ന് പറഞ്ഞാലും അന്നത് തന്നൊരു ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. വൈശാഖിൻ്റെ ഈ അവസാനം വന്ന സിനിമകൾ ഒഴിച്ച് ബാക്കി പഴയ എല്ലാ സിനിമകളും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. കൂടാതെ മിഥുൻ മാനുവലും ഒപ്പമുണ്ട്. മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷനും ഒന്നും പറയേണ്ട മാരക പ്രതീക്ഷയായിരുന്നു. അങ്ങനെ സിനിമ ഇന്ന് ഞാൻ പോയി കണ്ടു, ഫാൻ ഷോ തന്നെ കണ്ടു. സിനിമ തുടങ്ങി 2 മണിക്കൂർ 35 മിനിറ്റിനടുത്താണ് ഡ്യൂറേഷൻ. ആക്ഷൻ കോമഡി എന്ന് പറഞ്ഞാണ് മിഥുൻ മാനുവൽ ഈ സിനിമ അനൗൺസ് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അവസാനത്തെ ഇൻ്റർവ്യൂവിലൊക്കെ ഇത് അവരൊരു ആക്ഷൻ ഡ്രാമ സിനിമയാക്കി. വന്ന ട്രെയിലറിലാണ് ആക്ഷൻ മാത്രം. ഇപ്പോൾ സെൻസർ സർട്ടിഫിക്കറ്റിൽ ഇന്ന് ആക്ഷൻ എന്ന് മാത്രമാണ് ആക്ഷൻ ഡ്രാമ എന്നാണ് കൊടുത്തിരുന്നത്. കോമഡി എവിടെ പോയെന്ന് എൻ്റെ മനസ്സിലപ്പം ഇവരെ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ തൊട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. സിനിമ അങ്ങനെ കണ്ടു തുടങ്ങി. ഇക്കേഡ് ഇൻട്രോ വരുന്നു, പള്ളിപ്പെരുന്നാൾ ഫൈറ്റ് വരുന്നു. ഇതൊക്കെ ഒരു സ്പോയിലർ അല്ല, ട്രെയിലർ കാണുമ്പോഴേ മനസ്സിലാവും. അങ്ങനെ പിന്നെ ചെന്നൈയിലേക്ക് കഥ ഷിഫ്റ്റ് ചെയ്യുന്നു. ശബരീഷിൻ്റെ ക്യാരക്ടർ, അഞ്ജനയുടെ ക്യാരക്ടർ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് വരുന്നു. രാജ്ബി ഷെട്ടി അവതരിപ്പിക്കുന്നു. ഇൻ്റർവെല്ല് വരെ ഒരു 1.25 മണിക്കൂറാകുമ്പോൾ ഇൻ്റർവെല്ലാവുന്നു. കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ക്ലീഷേയുടെ ഒരു ആവറേജ് മാത്രം ഒരു ഫീല് ലഭിച്ച ഒരു ഓർഡിനറി സിനിമ, അത്ര എനിക്ക് തോന്നിയുള്ളൂ ഇൻ്റർവെല്ലായപ്പോഴത്തേക്ക്. അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഫാൻ ഷോ ആയതുകൊണ്ട് തന്നെ കയ്യടി ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും മൊത്തത്തിൽ തിയേറ്റർ മൊത്തം ഒരു അണഞ്ഞ വൈബായിരുന്നു. ഇൻ്റർവെല്ല് കഴിയുന്നു, വീണ്ടും സിനിമ തുടങ്ങുന്നു. ഇൻ്റർവെല്ല് ഒരു ഇൻസിഡൻറ്റിലാണ് ഇൻ്റർവെല്ലാവുന്നത്. സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ല് വരെ ഞാൻ ഓർഡിനറി എന്ന് പറയില്ലേ, അതിലും താഴോട്ട് പോകുന്ന ഒരു 2-3 സീനുകൾ, ഒരു 10-15 മിനിറ്റ്. അപ്പോൾ ഉറപ്പിച്ച് പടം കഴിയുന്നു എന്ന്. പക്ഷെ അവിടം തൊട്ട് പിന്നെ നമ്മുടെ ലോകേഷ് നരേനോട് പറഞ്ഞ പോലെ ഇനി എൻ്റെ ടെറിട്ടറി എന്ന് പറയുന്ന പോലെ ഒറ്റ ദിവസം ഒറ്റ നൈറ്റിലെ ഒരു സംഭവമാണ് പിന്നെ അങ്ങോട്ട് വരുന്നത്. അവിടെ തൊട്ട് പടം വേറെ റേഞ്ചിലേക്ക് മാറുകയാണ്. കുത്തനെ താഴ്ന്നു പോയ പടം അതിൻ്റെ ഇരട്ടി പവറിൽ കുതിച്ചു വരുന്നൊരു ഫീലായിരുന്നു അവസാനം വരെ. ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടു, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നേരെ പടം തീരുന്നിടം വരെ ഹൈ വോൾട്ടേജ്, ഒന്നും പറയാനില്ല. പോലീസ് സ്റ്റേഷൻ ഫൈറ്റും ക്ലൈമാക്സ് ഫൈറ്റും വേറെ ലെവല്. ബാക്കി ഫൈറ്റ്, പള്ളിപ്പെരുന്നാൾ ഫൈറ്റ്, ബസ് ഫൈറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ആവറേജ് എന്നല്ല, ഒട്ടും വർക്കായില്ല. പക്ഷേ ലാസ്റ്റത്തെ ആ 2 ഫൈറ്റ് ഒന്നും പറയാനില്ല, വേറെ ലെവല്. പിന്നെ ഒരു കാർ ചേസ് സീനുണ്ട്. ഈ അവസാനം ലിയോയിലാണ് അങ്ങനെ ഒരു ചേസ് കണ്ടത്. അത് ലിയോയെക്കാളും ഫാർ ബെറ്ററായിട്ട് വൈശാഖ് മേക്ക് ചെയ്തിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഈ സെക്കൻഡ് ഹാഫിൽ ഇത്ര ഇതുണ്ടെന്ന് പറഞ്ഞാൽ അത് വൈശാഖിൻ്റെ മിടുക്കാണ്. പുള്ളി ആ ടെക്നിക്കൽ ടീമിനെ അത്ര സെറ്റാക്കി എടുത്തത്. സ്ക്രിപ്റ്റ് അവിടെയും ഭയങ്കര ലൂസാണ്. മിഥുൻ മാനുവലിൻ്റെ റൈറ്റിംഗ് വൻ ഫ്ലോപ്പായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. മേക്കിങ്ങിലാണ് ഈ പടം പിടിച്ചു നിൽക്കുന്നത്. ആസ് യൂഷ്വൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. രാജ്ബി ഷെട്ടി സൂപ്പർ, സ്വാഗൊക്കെ ഒരു രക്ഷയില്ല. കട്ടക്കായിരുന്നു ഇവർ ഫേസ് ഓഫ് വരുമ്പോഴത്തേക്ക്. അഞ്ജന നല്ല പെർഫോമൻസ് ആയിരുന്നു. ശബരീഷൊക്കെ എനിക്ക് പക്ക മിസ്കാസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയുടെ ഏറ്റവും മോശം ഒരു ഇതൊക്കെ സീൻസൊക്കെ വരുന്നത് ഇവരുടെയൊക്കെ പെർഫോമൻസും കുറേ ക്ലീഷേ പരിപാടികളൊക്കെ വരുന്നിടത്താണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു 10 വർഷം മുമ്പ് വെച്ചാൽ പോലും ആരും ചിരിക്കാത്ത കുറച്ച് കോമഡികളും ഉണ്ട്. നമ്മളെ സ്ക്രിപ്റ്റ് നോക്കണ്ട. വൈശാഖിൻ്റെ മേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, പിന്നെ മമ്മൂട്ടി സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ആക്ഷൻ കോമഡി സിനിമകൾ ജോണറിൻ്റെ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും പോയി ടർബോ കണ്ടോ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫ് ഒട്ടും വർക്കായില്ല, സെക്കൻഡ് ഹാഫ് നന്നായിട്ട് വർക്കായി. ആ ഒരു ഫീലായിരുന്നു. ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫാണ് നമുക്ക് കൂടുതൽ ഇമ്പാക്റ്റ് തരുന്നത്. നമ്മളത് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് അതിൽ തന്നെ ക്ലൈമാക്സ് ഏറ്റവും കുളിർച്ച് നിൽക്കുന്ന ഈ സിനിമയിൽ. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ടോട്ടലി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറങ്ങിയത്. ഭയങ്കര ഒരു സിനിമയൊന്നുമല്ല, പക്ഷേ കുഴപ്പമില്ലാത്തൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ടർബോ എനിക്ക് സമ്മാനിച്ചത്. ഒരുപാട് മെച്ചപ്പെടുത്തായിരുന്നു, അതൊക്കെ ഉള്ളതാണ്. പക്ഷേ കൊടുത്ത കാശ് വെർത്താണ്, പൈസ പോകത്തില്ല. ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്.